ഹലോ. അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ട് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം പനിയായിട്ടൊക്കെ കിടപ്പായിരുന്നു. ലൈവിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം നല്ല പനിയായിട്ട് കിടപ്പായിരുന്നു. പനിയൊന്ന് കുറഞ്ഞ് ഇന്നലെ ഇത്തിരി വർക്കുണ്ടായിരുന്നു. ഇന്നലെ വർക്കിന് പോയി വീണ്ടും പൊടിയടിച്ച് വീണ്ടും വയ്യാതായി. ഇപ്പോൾ നാളെ കഴിഞ്ഞിട്ട് നാളെ എനിക്കൊരു യാത്രയുണ്ട്. അതിനു മുമ്പ് പനിയൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നുള്ള ധാരണയിലാണ് നിന്നത് കേട്ടോ. പക്ഷേ പനി കുറഞ്ഞില്ല. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതും വെച്ചോണ്ട് പോകാൻ എന്താവണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ യാത്രാ വീഡിയോ ഒക്കെ വരും. നാളെയാണ് യാത്രാ വീഡിയോ. അപ്പം സുല അടുക്കളയിൽ പാചകത്തിൻ്റെ തിരക്കിലാണ്. എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അച്ഛൻ കാപ്പിയും കുടിച്ച് മറുനായം കാണുകയാണ്. ഹായ്, എന്താണ് ഇവിടെ പരിപാടി? തീർന്നതെല്ലാം? ഓ, ഇത്ര പെട്ടെന്ന് പല്ലി വെച്ചില്ലല്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് പല്ലി വയ്ക്കാം. ഞാനും പല്ലി വെച്ചില്ല. പല്ലി വെച്ചിട്ട് കാപ്പി പിടിക്കാം. ഇന്നത്തെ എന്തൊക്കെയാണ് നമ്മുടെ കാപ്പി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പറയൂ. ശബ്ദം. പുട്ടും കടലക്കറി. എന്താണ് പുട്ടും കടലക്കറി? ഓ, ഗ്യാസ്. മുട്ട ഇല്ലേ? മുട്ട തീർന്നു. അപ്പം സുഹൃത്തുക്കളെ, മുട്ട തീർന്നു പോയി. അപ്പോൾ ഓക്കെ. അപ്പം എന്ത് പുട്ടാണ്? ചിരട്ടപ്പുട്ടും കടലക്കറിയും ഇന്നലത്തെ മീൻ കറിയും. അപ്പൊ ഇന്നേക്കൊരു പൊടി പൊടിക്കാം, പല്ലിക്കാൻ പോവാം. അപ്പൊ നമ്മൾ പോയി പല്ലി വെച്ചിട്ട് വരട്ടെ ഗൈസ്. പല്ലൊക്കെ തേക്കണോ? അച്ഛാ, പുട്ട് കഴിച്ചാ? എങ്ങനെയുണ്ട് പുട്ട്? കൊള്ളാം. അപ്പൊ നമ്മൾ പല്ലി വെച്ചിട്ട് വരട്ടെ ഗൈസ്. ഓക്കെ, പല്ലൊക്കെ തേക്കോ? വൈകിട്ടും പല്ലി വയ്ക്കോ? സമയം എത്ര മണിയായെന്നറിയാവോ? 10 മണിയായി. 10 മണിക്കാണ് പല്ലി വയ്ക്കാൻ പോകുന്നത്. തോട്ടിലൊക്കെ നല്ല പട്ടികളെ ഭയങ്കര ബഹളം. പട്ടികളെ കുറുക്കന്മാരാ കണ്ടാണ്. കുറുക്കന്മാരുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ. വെള്ളം കോരു. എവിടെ പോണ്? വെള്ളം കോരട്ടെ സുഹൃത്തുക്കളെ. പാത്രം അവിടെ? ആ പാത്രമല്ല, വേറെ പാത്രം എടുക്കുന്നോ? അത് കൊള്ളത്തില്ല. പെട്ടെന്ന് വാ, വിശക്കുന്നെന്ന് പറഞ്ഞിട്ട്. പെട്ടെന്നല്ലേ വരുന്നേ? എനിക്കാണ് പാത്രം. ഇപ്പൊ എനിക്കാ? അങ്ങനെ പല്ലി വെച്ചൂടാ. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അത് കുഴപ്പമില്ല, ഞാൻ നിർത്തോളാം. അപ്പം പല്ലി വെച്ച് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് പുട്ട് തിന്നാം. ഗോതമ്പ് പുട്ടാ അരിപ്പുട്ടാ? അരിപ്പുട്ടാണ്. ഏത്? വെള്ളമില്ലേ? എന്തിനാണ് പോയി നോക്കാം. രുദ്ര നല്ല ഉറക്കത്തിലാണ് കേട്ടോ. രുദ്രക്ക് തൊട്ടിലൊക്കെ കെട്ടി രുദ്ര തൊട്ടിൽ കിടന്നുറങ്ങിയാണ് കേട്ടോ. ഇപ്പം നേരത്തെ കണക്കൊന്നുമല്ല. ആള് നല്ല സൈലന്റ് ആണ്. പുട്ട ഇത് കണ്ട വെള്ളപ്പുട്ടെന്ന് പറയൂ. ശരി എന്നാ, ഇത് കണ്ട വെള്ളപ്പുട്ടെന്ന് പറയൂല. അതെന്താ അങ്ങനെ? ഇനി അരി പഠിച്ചപ്പോ ഗോതമ്പ് അതിന്റെ കൂടെ പോയാ? ഗോതമ്പല്ല, വേറെന്താ സാധനം കൂടി. വേറെന്തിനാ സാധനം? 2-3 സാധനങ്ങളൊക്കെ ഇട്ടൊക്കെ ആക്കുന്നത്. നീ എന്തിനാ? അച്ഛനോട് ചോദിക്കാം. അച്ഛാ, പുട്ട് തിന്നിട്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നേ? ഇല്ലല്ലേ. അരിപ്പുട്ടാ ഗോതമ്പുട്ടാ? അത് അരിയുടെ കുഴപ്പമായിരിക്കും. എന്തിനാണ് നല്ല വിശപ്പ്. എന്തിനെങ്കിലും ഓ 2 വെയ്.
ഓ 2 വിശക്കണു ഒരു ആന തിന്നുള്ള വിശപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോ വീട്ടിലാണ്. തങ്കമേ പെട്ടെന്ന് ചെവി കൂടെ എന്തിനു കയറിപ്പോയി നോക്കട്ടെ. മിണ്ടായി ചെവി കൂടെ ഒന്നും കയറി പോയില്ല. അത് കളയാനാണ് എടുത്തോണ്ട് പോണത്. എനിക്ക് ഓക്കെ. അപ്പൊ പുട്ടിണ്ട് സുഹൃത്തുക്കളെ, എടുത്തോണ്ടോ നമുക്ക് ഒത്തു കഴിക്കാം. ഇനി അതിനി പിണങ്ങിയാലോ. ഞാനിനി ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോയിട്ട് കണ്ട. അപ്പൊ ഒറ്റയ്ക്ക് കൊണ്ടുപോയി പുട്ട് തിന്നാൻ പോയാ പോയി, എന്റെ പിറക്കേ വരും. ഓ എന്റെ ദൈവമേ. അച്ഛാ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സുലയും ഞാനും വന്നിരിക്കുകയാണ്. നമ്മൾ പുട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി പറയല്ലോ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി പുട്ട് തിന്നു. ഓക്കെ, വെറുതെ ചുമ്മാ. അപ്പോൾ പുട്ടും കടലയും എല്ലാം കൂടെ ഇട്ട് ഇളക്കണം. എനിക്ക് മീൻകറി ഒന്നുമില്ല, ചൂടാക്കിട്ടില്ല. കുഴപ്പമില്ല. വാവ്. അപ്പോൾ സുഹൃത്തുക്കളെ, മീൻകറി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന്ന് ഒരു കഷ്ണം മീനും എടുത്ത് വെച്ച് കുറച്ച് മീൻചാറും ഒഴിച്ച് ഇളക്കി ഒരു പീസ് മീനും മീൻകറി വേണോ? മീൻ വേണോ? അവള് തിന്നൂല, അതാണ് ഞാൻ കൊടുക്കാത്ത. നീ അത് പരാതി പറയല്ലേ. നീ പറഞ്ഞോളൂ. ഓരോന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തർ. അപ്പൊ നമ്മളതങ്ങ് തീർക്കട്ടെ ഗൈസ്. നല്ല വിശപ്പായി ഗൈസല്ല സുഹൃത്തുക്കളെ, ഇതൊന്ന് തീർക്കട്ടെ. ഉപ്പിൻ്റെ അളവ് എനിക്ക് ഈ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ള പേടി ഉപ്പ് മാത്രമാണ് കേട്ടോ. ഇത് മതിയോ? ഇത് മതിയാ? ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് ചേർക്കാം എന്നാണ് സുല പറയുന്നത്. ഇനി എന്തിനു ചെയ്യണം? ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും ഇളക്കൊക്കെ തുടങ്ങാം. ഇളക്കി ചൂടാക്കിയാ മതി. തിളപ്പിച്ചിട്ട് കടുവറുത്ത് തന്നെയല്ലേ? അപ്പോൾ ഓക്കെ. എവിടെ ഇതിൻ്റെ ലൈറ്റർ? എവിടെ? ഓക്കെ, ലൈറ്റർ. അപ്പോൾ സുഹൃത്തുക്കളെ, അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാൽ മതിയെന്നോ അല്ല ചൂടാക്കിയാ മതിയെന്നോ? എന്തൊരു സൗണ്ട് കിട്ടും, ഒരു പൊട്ടിത്തെറി വല്ലതും കേട്ട്. സ്റ്റൗ കുഴപ്പമാണ് കേട്ടോ, ശരിയാക്കാം. എന്താ ഇങ്ങനെ വന്നതിന് ശേഷം കുക്ക് ചെയ്യാം. അവസാനത്തെ ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ ഇത് മാറ്റാം. നല്ല എനിക്ക് വരുന്നില്ല. ഇത് അടയ്ക്കണോ? ഇത് അടയ്ക്കണോ? അടയ്ക്കണ്ട, ഇത് തിളപ്പിച്ചെടുത്താൽ മതി. തിളപ്പിച്ച് മാറ്റിയതിനു ശേഷം കടുവറുത്ത് വീഴ്ത്തണം അല്ലേ? ഓക്കെ, അപ്പൊ ഇത് തിളക്കട്ടെ ഗൈസ്. അതുവരെ എന്ത് ചെയ്യാം? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചേച്ചിയുടെ വീട് വരെ പോകണം കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങോട്ട് പോയിട്ട് വേണം. ഓക്കെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സുലയും രുദ്രയും കൂടെ അവരുടെ മാമിയുടെ വീട്ടിൽ പോകും കേട്ടോ. അവർ ടാറ്റ പറയും. ഞാനും പോവും. അപ്പോൾ നമ്മുടെ അളിയൻ വരും സുലേനെ രുദ്രനെ കൊണ്ടുപോകാനായിട്ട്. ആക്കാൻ. അപ്പൊ സുഹൃത്തുക്കളെ, പരിപ്പ് തിളച്ചിട്ടുണ്ട്. മാഡം അടുത്ത എന്ത് ചെയ്യണം? ഇരുമ്പിച്ചട്ടി. അപ്പൊ നമുക്കൊരു ചീനച്ചട്ടി, ചീനക്കാരുടെ ചീനച്ചട്ടി, ഇരുമ്പിച്ചട്ടി.
മറ്റേതാണ് നല്ലത്. ഏത്? ഞാൻ എടുത്ത പാത്രം തിരിച്ച് അവിടെ വെച്ചാൽ എടുത്ത പാത്രമൊക്കെ തിരിച്ചു വെച്ച്. അപ്പോൾ ഇത് ഇറക്കുകയാണേ. ഇത് ഇറക്കിയിട്ട് ചട്ടി വെച്ച് ഇതേ നാരിയൽക്ക പാനി അളവ് പറഞ്ഞിരണേ. എണ്ണ എത്ര ഒഴിക്കണം? വീത്തി വീത്തി. ഓക്കെ. നെക്സ്റ്റ് എണ്ണ തിളക്കണ്ടേ? തിളച്ചോട്ടോ. കടുക് 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 ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നോട് അടുത്ത്. ഓ ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ പറയണ്ടേ? എപ്പോഴും എല്ലാം എടുത്ത് വെച്ചിരിക്കില്ലേ? രണ്ട് പെണ്ണുങ്ങളൊന്ന് പറഞ്ഞു തന്നാ പോലും നേരിട്ട് അത് തുടച്ചോടും മൊത്തം. തുടച്ചേ ചൂട് എണ്ണ ഇത്തിരി കൂടെ ഇതാക്കട്ടാ, തീ കൂട്ടട്ടാ. ഓക്കെ. ഇച്ചിരി കൂടെ എണ്ണ വീത്തിക്കും. ഒത്തിരി ഉള്ളു. കടുകെല്ലാം കൂടെ ഇടുമ്പോഴത്തേക്ക് എണ്ണ ചൂടായി വരുമ്പോ കടുകിടുക. എണ്ണ ചൂടായി വരുമ്പോ കടുകിടുക. അത് കണ്ടിട്ട് ഉള്ളി ഇടുക, കറിവേപ്പില ഇടുക. നമുക്ക് വറ്റൽമുളകില്ല, അതുകൊണ്ട് വേണ്ട. ഓക്കെ. ഇനി എന്തിനാണ്? കടുക്. കടുകിന്റെ എണ്ണം പറ. അങ്ങനെയൊന്നുമില്ല, ഇച്ചിരി. അങ്ങനെയൊന്നുമില്ല, കടുകിന് എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഇടണം? ഒരു 50 കടുക്. എണ്ണ എടുത്തിട്ട് പോയാൽ മതി. എണ്ണ എടുത്തിട്ട് ഇതെത്ര വരും? ആന്ന് എനിക്കറിയാം. ഇത് 100 കൂടുതൽ വരും. ഇത് ഇത്ര മതിയാ? അത്ര മതി. ഇതാണ് 50. നിന്നെ ആരെണ്ണാൻ പഠിപ്പിച്ചത് ആദ്യം? ഇടയാണേ. എണ്ണയാണെന്ന് ഇത് മൊത്തം കേട്ടാ പൊട്ടിത്തെറിക്കും. ഓടിക്കോ. ഇപ്പൊ കത്തിയതാ. ഞാൻ കുറച്ച് തീ കുറയണില്ലല്ലേ? കണ്ണ് തുറന്ന് നോക്കിയാണ് കുറഞ്ഞ. ഭയങ്കര പുക. ഉള്ളി ഉള്ളി ഉടനെ ഇടണോ? പിന്നെ കടുക് പൊട്ടി തീർന്നല്ലോ. സ്വാഹ. നല്ല മണം. ഈ കൊച്ചുള്ളി വാട്ടപ്പോ നല്ല മണമാണല്ലേ. ഇനി എന്തിനാണ്? അതിരി ഇതായി വരട്ടെ, ഒരു കളർ മാറുമല്ലോ. അടുത്ത എന്തിനാണ്? എന്നെ ഏൽപ്പിച്ചാ ഞാൻ ചെയ്യും. ഇളക്കണ്ടേ? ഒരു സാധനമായിട്ട് ഇളക്കണമെന്ന് പറഞ്ഞൂടെ? എന്തേലും ഒരു സാധനമായിട്ട് ഇളക്കണമെന്ന് പറഞ്ഞൂടെ? ഇളക്കിളക്ക്. ഞാൻ കറിവേപ്പില പറിച്ചിട്ട് തീർന്നു. വാ, കൊണ്ടുവാ. എന്തൊരു താമസം ഇത്. താമസമൊന്നുമില്ല. ഇട്ട് കറിവേപ്പില ഇട്ട്. എന്റെ പൊന്നു, ഇത് കിണ്ടണ എത്ര വലിയ പാത്രം. ഇങ്ങനെയാണ് ആ കടുക് താളിക്കുന്നത്. ഇത് വല്ലാത്ത താളിപ്പായിപ്പോ. ഇങ്ങനെയാണ്. നിങ്ങളവിടെ എങ്ങനെയാണ്? തീർന്നു. ഇപ്പൊ ഗൈസ് കടുക് താളിച്ചു കഴിഞ്ഞ് ഒഴിച്ചിട്ട് ഈ അടുക്കള മുട്ടൊന്ന് വൃത്തിയാക്കിയിട്ടാണ്. ഓക്കേ. ഇനി ഇത് എന്തിനാണ് ചെയ്യണോ? അയ്യേ, അത് ആദ്യം ഇട്ട. അതെന്തിനിട്ടത്? ഓഹോ, അവിടെ അടച്ചു വെക്കട്ടാ. ഇത് ഇതിന്റെ അടപ്പിട്ട് തന്നെ അടച്ചങ്ങ് വെക്കട്ടാ. അപ്പോൾ സെറ്റാണേ. എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യാനായിട്ട് പണിയൊന്നുമില്ല. എല്ലാം ഒതുക്കിയിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി തൂത്ത് കഴുകി കേട്ടാ.
എല്ലാം കഴി. ആ പാത്രം പാത്രം 2 എണ്ണമല്ലേ, നമുക്ക് പോവാം. അത് കഴുകിട്ട് പോയാ പിന്നെ വന്ന് അടുക്കള കയറാൻ നമ്മള്. എന്ത് പിന്നെ അടുക്കള കയറി എന്ത്? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അടുക്കളയിലെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് രുദ്രനെ ഒന്ന് കുളിപ്പിക്കണം. രുദ്രയെ കുളിപ്പിച്ചിട്ട് നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഞാനും രുദ്രയും സുലയും കൂടെ പോയിട്ട് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഇനി എന്തിനാണ് പരിപാടി? ചോറ് കഴിക്കണം. എനിക്കിപ്പോൾ വിശപ്പില്ല കേട്ടോ, എനിക്ക് വിശപ്പായില്ല. അവിലിരിക്കല്ലേ, അവിൽ സെറ്റപ്പ് കുറച്ച് അവിലിരിപ്പുണ്ട് കേട്ടാ. അവിൽ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്യാൻ പോണു. അവിലിതാ ചോറ് പിന്നെ തിന്നാം. രുദ്ര ഉറങ്ങട്ടെ. ഓ കുറച്ച് മതി. ഏത് കോപ്പി? ഇതാ ഇതാ ഇതിലാണ് അവിലിരിക്കുന്നത്. ഇല്ലല്ലേ, അവിലമ്മ വന്നിട്ട് കുറച്ചുണ്ട്. അവിലമ്മ വന്നിട്ട് വേണം. അപ്പോൾ സുലയുടെ പ്രിപ്പറേഷൻ ഇതിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ടോ? എന്നാ ചേർക്ക്, തിന്നാം. നോക്കിക്കൊണ്ട് നിൽക്ക, ഉണ്ടാക്കൂ. ഞാൻ പോവാം. അങ്ങനെ സുലയുടെ പ്രിപ്പറേഷൻ തുടങ്ങി. എന്തൊക്കെയാണ്? അവില്, ശർക്കര. ഇനി എന്ത് തേങ്ങ ഇടോ? തേങ്ങ ഇടോ? പെട്ടെന്നാവട്ടെ, വിശക്കുന്നു. ഞാനേ ജസ്റ്റ് ഒന്ന് കയറി ഉറങ്ങാൻ പോയി. ആ സമയത്ത് ക്രിർ സൗണ്ട് കേൾക്കുന്നു. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ പണി കിടക്കണം. എന്നിട്ട് ഷോപ്പിംഗ്. നെക്സ്റ്റ് താങ്കോ. ചിരി മതി, പിന്നെ പാവയില് തോന്നിട്ട് തിന്നട്ടെന്ന് വിചാരിക്കും. ചിരി മതി, പാവല്ലേ, തോനെ തേങ്ങ കിട്ട് തിന്നണ്ട. പറയാടി പൊന്നെ. ചിപ്പൂരം വെള്ളം എന്തൊരു വെള്ളം? ചിപ്പൂലം വെള്ളം. ചിപ്പൂലോ? വീത്തണം. ശർക്കര കുറഞ്ഞു പോയാ തിന്ന് നിർത്തോ? ഞാൻ തിന്നത് ഞാൻ എന്തിന്? ശർക്കര കുറവാണ് കേട്ടോ. പെട്ടെന്നാവട്ടെ, പോണ്ടേ. എന്ത് സാധനം കുറച്ച് വെക്കണം. സാധനങ്ങളൊക്കെ ഒതുക്കുന്നില്ലേ? മാത്രം കുറയ്ക്കണം. അതിന് താഴെ ഇളക്കി ഇളക്കി എടുക്കണം. ഞാൻ അവിടെ ആണോ? അല്ല, ഞാൻ അവിടെ ഞാൻ തന്നെ തിന്നോളാം. നോക്കട്ടെ, മുഖം നോക്കട്ടെ. കൊള്ളാം. ഇതിപ്പോ കിണമണേ ആയില്ലേ? അവില എത്തിപ്പുലേ ഉള്ളു. അതല്ലേ പറഞ്ഞാ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. അച്ഛനും മോളും പോയി കിടന്ന് ഉറങ്ങി. മതിയല്ലേ? ഇതില് വെള്ളം ഒഴിക്കാതെയാണ് ഞവിടാനുള്ള തേങ്ങേര വെള്ളം ഒഴിക്കാടെ. ഇങ്ങോട്ട് നോക്ക്, തേങ്ങേര നനവില്ലേ? തേങ്ങേര നനവിലാണ് ഇതില് നനയാനുള്ള. വെള്ളം ഒഴിച്ചല്ല ചെയ്യാനുള്ള. ഇച്ചിരി വെള്ളം പണ്ട് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചാൽ എന്ത് പറ്റും? പഞ്ചാര പഞ്ചാരയാണെങ്കിൽ തേങ്ങയും കൂടെ ഇട്ടിളക്കും, അവലും കൂടെ ഇട്ടിളക്കും. ശർക്കരയാണെങ്കിൽ ശർക്കരയും അവലും കൂടെ ഇട്ടിളക്കും. അത് തേങ്ങയിട്ട് ഇളക്കും. ഇല്ല ഇല്ല, വെള്ളം തടയേ ഇല്ല. യൂട്യൂബ് എടുത്താണ്. പിന്നെ മുന്നേ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളത്തിന്റെ നനവിനാണ് ആ തേങ്ങ തിരി ഇടുന്നത്. അത് ആ നനവ് മതി.
നനവില്ലെങ്കിൽ എന്തൊരു ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. തേങ്ങയുടെ നനവും ആ ശർക്കരയുടെ നനവും മതി. അതാണ് ഞാൻ ചോദിക്കണത്. തേങ്ങയിൽ നനവില്ല, ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണ്, അത് നനവില്ലെങ്കിൽ എന്തിരിക്കും? ഇത്തിരി എന്തല്ല നമ്മളെ ഞവടി വരുമ്പോ അത് നനയും. എന്നിട്ട് ഇന്നാളെ അമ്മ നനച്ചപ്പോഴത്തേക്ക് അതില് വെള്ളത്തിന് നനവുണ്ടായിരുന്നല്ലോ. വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളു. പറഞ്ഞെന്നേനെ ഞാനും പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ള ഇങ്ങനെ എനിക്ക് എന്റെ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. ഞങ്ങളെ അമ്മ ആരൊന്നും അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടില്ല. നമ്മളെ തെറ്റില്ല. എനിക്ക് എന്റെ അമ്മ പഠിപ്പിച്ചണക്കല്ലേ ഞാൻ ചെയ്യുള്ളൂ. അമ്മ ചേച്ചി വേലും അങ്ങനെ തന്നെ എടുത്ത് ഈ അവര് വരത്തെ ഞാൻ ഇടുന്നത് ഞാൻ തന്നെ. അല്ലേ വീട്ടിലായാലും തേങ്ങ തിരിയിട്ട് എനിക്ക് എന്റെ അമ്മ പഠിപ്പിച്ചല്ലേ കാണിക്കത്തുള്ളൂ. തേങ്ങ തിരിയിട്ട് എന്റെ അമ്മ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പറ്റും. അന്നിപ്പോ ഒന്നും ചെയ്യാക്കില്ല. നൂരിട്ട് തിന്നോളാ. ആവശ്യമൊന്നുമില്ല. അത്രക്കുള്ള വെള്ളമൊന്നും കോരി വീത്തിയിട്ടില്ല. ഒരു കൈ ഇച്ചിപ്പിന് വെള്ളം വീതിട്ടുള്ളൂ. അത് ഇതെല്ലാം കൂടെ വില അവിടെ വെക്കുമ്പോ അത് ഇരുന്ന് കൊന്നോളൂ. അത് ഇരുന്ന് കൊവരാനുള്ള സമയം ഇല്ല. ഇപ്പൊ തിന്നെയാണ്. കുറച്ച് അമ്മമ്മയ്ക്കും കൂടെ എനിക്കിതാ. അമ്മ തിന്നിട്ട് പറയാനത് വെള്ളത്തിന്റെ അംശം ഉണ്ടായില്ലേ. തുള്ളി എടുക്കുന്ന അംശം ഇല്ല. നിങ്ങൾ വാങ്ങാത്ത എന്തായാലും പ്രസവത്തിന് മുമ്പാണ്ട് അമ്മ വാങ്ങിച്ചിടുന്നതാണ്. ഇന്നലെ വന്നായിരുന്നടി. ഇന്നലെ മെനിയാന്ന്. ഇനി വരുമ്പോ മേടിച്ചു വെക്കാം. അവരമ്മ വന്നിട്ട് ചോദിച്ചാണ്. അറിയുന്നവരുമില്ല. ആ മുമ്പില് പാപ്പ മാത്രമേ ഇട്ടെന്നാണ് ഞാൻ അറിയണത്. പാപ്പല്ല അവലല്ലേ മെയിൻ. അതല്ലേ അവലമ്മാന്ന് വിളിക്കണ. എനിക്കറിയാമോ? ഞാൻ വെച്ചിട്ട് അമ്മൂമ്മരെ വേണം. അവരുണ്ടോ പിന്നെ അമ്മമ്മ പറയൂ. ഡ്രസ്സുകളുണ്ട് അമ്മമ്മരെ. നിങ്ങൾ ആ തിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. അവള് വെള്ളം ഒഴിച്ചത് കൊള്ളാവൂ. വെള്ളം ഒഴിക്കണോ? പിന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ലേ? കരി ഇണങ്ങി ഇരിക്കുകയില്ലേ? ഇതില് ഞാൻ വെള്ളം ഒഴിച്ചെന്ന് പറയോ? ഉരുട്ടി തിന്നെ. അപ്പൊ സുഹൃത്തുക്കളെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല. തേങ്ങ ഉണങ്ങിപ്പോയല്ലേ ഫ്രിഡ്ജിൽ ഇരുന്നതിൻ്റെ, അതുകൊണ്ടാണ്. നമ്മൾ നല്ല ടേസ്റ്റാണ്. തേങ്ങയുടെ നനവിൽ ഞവടി 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 ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് വരും. ഇതിൽ പക്ഷേ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഒരു ഇനിപ്പ് വരും. മനസ്സിലായില്ലേ? പല രീതിയിൽ കൊള്ളാം ഗൈസ്. സോറി. അമ്മമ്മ പറയില്ല. അമ്മ കൊള്ളാമല്ലോ. അമ്മ കൊള്ളാം അല്ലേ? കൊള്ളാം. ഇനി തീർക്കട്ടെ. തീർത്തിട്ട് ഇത്തിരി കിടന്ന് ഉറങ്ങണം. പോണാ രുദ്ര പോണാ? ഒരു മാമിയുടെ വീട്ടിൽ പോണേ. ഫോണെടു. ഞങ്ങൾക്ക് വേറെ ആളെ കണക്കെ ഇരിക്കണ്. ഞാൻ പോണില്ല. ഓ ഇവരങ്ങ് പോണം. ആര്? അതാണ് അവിടെ വാതിൽ വന്നു. ഞാൻ നോക്കി വേറെ ആരാ എടുക്കാൻ മറന്നിട്ടുണ്ട്. അഥവാ ഞാൻ അവിടുത്തെ നിൽക്കെങ്കിലും ഓർക്കണെങ്കിൽ വിളിച്ച് പറഞ്ഞു കേട്ടോ. മനഃപൂർവ്വം വെച്ചിട്ട് പോകുന്നല്ലേ രീതി? മനഃപൂർവ്വം വെച്ചിട്ട് പോണല്ലേ? പാറു പോണ, പാറു പോണ. പോയി രാവിലെ ഞാൻ വരാം.
അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനും വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അവർ അങ്ങ് പോയി. നാളെ രാവിലെ അവരെ ഒന്ന് പോയി കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെ വരാം. ടാറ്റാ.